നമ്മുടെ പുതിയ അടുപ്പിൽ കണക്ഷനൊക്കെ തന്നു കേട്ടോ, ഗ്യാസിൻ്റെ കണക്ഷനൊക്കെ നമ്മൾ അടുപ്പ് കത്തിച്ചൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാൽ തിളപ്പിച്ചു, പായസമാക്കി വെച്ചു. അതായത് നമ്മൾ ആദ്യമായിട്ട് വയ്ക്കാൻ പോകുന്ന കറി നമ്മുടെ അങ്കമാലി മാങ്ങക്കറി കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് അങ്കമാലി മാങ്ങക്കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരയുടെ ഫ്രോസൺ മാംഗോ ഞാൻ എപ്പോഴും വാങ്ങാറ് ഇതുണ്ട്. കാരണം നല്ല രസമായിട്ടാണ് അതിൻ്റെ മാങ്ങയുടെ കട്ടിങ്ങും, നല്ല ടേസ്റ്റും നല്ല പുളിയുള്ള മാങ്ങയാണ്. ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 2-3 ദിവസത്തേക്കുള്ള കറി കിട്ടും കേട്ടോ. 1.5 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഓൾറെഡി ഇട്ടു, കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി. ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ടേ. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടുന്നുണ്ടേ. ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചൊർക്കയും കൂടെ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ തിരുമ്പും കേട്ടോ. ഞാൻ പച്ചമുളക് ഇടാറില്ല തിരുമ്പുമ്പോൾ, കാരണം എൻ്റെ കൈക്ക് വരുമല്ലോ. പിന്നെ ഫ്രോസൺ മാംഗോ ആകുമ്പോൾ മാംഗോ ഇട്ട് തിരുമാറില്ല കേട്ടോ, കാരണം മാങ്ങ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രഷ് മാങ്ങ ആയിട്ടാണ് നമ്മൾ നാട്ടിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ടോളൂ കേട്ടോ. ഫ്രഷ് മാങ്ങ ആയിട്ടാണ് വയ്ക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ മാങ്ങയും കൂടി ഇട്ട് തിരുമാറുണ്ട് നമ്മൾ വയ്ക്കുമ്പോഴേ. നമ്മളപ്പോൾ അതൊക്കെ ഇട്ട് തിരുമ്മിയിട്ടതേ മാങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കൈ കൊണ്ടൊന്ന് പയ്യൻ തിരുമ്മി കൊടുക്കാം കേട്ടോ. രണ്ടൊരു പാക്കറ്റ് ഇഷ്ടംപോലെ മാങ്ങയുണ്ടേ, ഇഷ്ടംപോലെ മാങ്ങയാണ്. എന്നിട്ട് നമ്മൾ കോക്കനട്ട് മിൽക്ക് ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ കോക്കനട്ട് പൗഡർ വെച്ചിട്ടാട്ടോ കോക്കനട്ട് മിൽക്ക് ഉണ്ടാക്കാറ്. അതല്ലെങ്കിൽ ടിൻ മിൽക്ക് വെച്ചിട്ട് ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഓക്കെ. നമ്മളിവിടെ കോക്കനട്ട് പൗഡറിലാണ് എപ്പോഴും മിൽക്ക് ഉണ്ടാക്കുന്നത്. ഗ്യാസ് അടുപ്പാണേ. മാങ്ങ അത്യാവശ്യം വെന്ത് കേട്ടോ. അപ്പോൾ ഇച്ചിരിയും കൂടെ കട്ടിയിൽ തേങ്ങാപ്പാലെടുത്ത് ഒഴിക്കുകയാണേ. അതെനിക്ക് പിന്നെ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കട്ടി കുറവാണെന്നാണ് ഇത്രയും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതിയാവും കേട്ടോ. പിന്നെ പുളിയും ചൊറുക്കൊക്കെ ഒന്ന് നോക്കിയാൽ മതിയെ. ഉപ്പൊക്കെ പാകല്ലെന്ന് നോക്കാം. നമുക്ക് കുറച്ച് കാച്ചി വയ്ക്കണം കേട്ടോ മാങ്ങക്കറിയിലോട്ട്. ഇച്ചിരി കടുകും 2-3-4 വറ്റൽമുളകും കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ വേണമെങ്കിൽ ഇച്ചിരിയുടെ കളർ, ഇങ്ങനെ ഭംഗിക്ക് ഒരു കളർ വേണമെങ്കിൽ ഇച്ചിരി കാശ്മീരി ചില്ലിയും കൂടി ഇടാം കേട്ടോ. കാച്ചി വയ്ക്കുമ്പോഴാണ് ടേസ്റ്റ് സൂപ്പർ കിടുവാകുന്നത്. നല്ല കുഞ്ഞുള്ളി ആയിട്ട് എടുത്തേക്കണം നമ്മൾ. നമ്മുടെ ഉള്ളിയും മുളകും കാച്ചിയത് അതിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ. എന്നിട്ടൊരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. അപ്പോൾ നല്ല സെറ്റ് ആവും കേട്ടോ. കൂടെ നമുക്ക് സൈഡ് എന്താണെന്നറിയോ, ഞങ്ങളുടെ വേറൊരു ഫേവറേറ്റ് നല്ല ബീഫും കായയും കൂടെ വെച്ചത്. നൊയമ്പുള്ളവർ ക്ഷമിച്ചേരെ, ബീഫും കായയും കൂടെ വെച്ചതാണ്. പിന്നെ ക്യാരറ്റും ബീൻസും കൂടെ തോരനും വെച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മാങ്ങക്കറി. പുളിയൊക്കെ ഉപ്പൊക്കെ നോക്കിയാട്ടോ. ഞാൻ ഇച്ചിരി കൂടെ ചൊറുക്ക് ഒഴിച്ചായിരുന്നു ഇത്തിരി കൂടെ പുളിയാക്കാൻ വേണ്ടിയിട്ട്.